ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾക്ക് ലഭിച്ച സ്കോർ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ മാർക്ക് ലിസ്റ്റ് .odb എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ലിബ്രിയോഫീസ് ബേസിലെ റിപ്പോർട്ട് സങ്കേതം ഉപയോഗപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് IT-ക്ക് 45-ൽ കൂടുതൽ സ്കോർ ലഭിച്ച കുട്ടികളുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുള്ള IT മാർക്ക് എന്ന ക്വറി ഉപയോഗിക്കുക. റിപ്പോർട്ട് വിസാർഡിൽ ഫീൽഡ് സെലക്ഷനിലുള്ള ടേബിൾസ് ഓഫ് ക്വറിയിൽ നിന്നും IT മാർക്ക് എന്ന ക്വറി തിരഞ്ഞെടുക്കുക. റിപ്പോർട്ടിൽ ക്ലാസ് നമ്പർ, നെയിം, IT എന്നീ ഫീൽഡുകൾ ഉൾപ്പെടുത്തുക. ഈ റിപ്പോർട്ട് സേവാസ് സങ്കേതം ഉപയോഗിച്ച് സേവ് ചെയ്യുക. The file marklist.odb given in exam documents folder in home contains the scores obtained by the students in a class. Prepare a report of the students who scored more than 45 for IT using the reports feature in LibreOffice Base as per the instructions given below. Use the IT mark query given in database file to generate the report. Include the fields class number, name and IT in the report. Save this report using Save As option. മാർക്ക് ലിസ്റ്റ് .odb എന്ന ഫയലാണ് തുറക്കേണ്ടത്. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ മാർക്ക് ലിസ്റ്റ് .odb എന്ന ഫയൽ തുറക്കുന്നു. ഇവിടെ റിപ്പോർട്ട് എന്നത് സെലക്ട് ചെയ്യുന്നു. യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് മാർക്സ് എന്ന ക്വറിയാണ് സെലക്ഷനായി കാണുന്നത്. നമുക്ക് വേണ്ടത് IT ആണ്. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് IT എന്നത് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. IT മാർക്ക് എന്നത് സെലക്ട് ചെയ്തു. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ IT മാർക്ക് എന്ന ക്വറി നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി ഉൾപ്പെടുത്തേണ്ട ഫീൽഡുകൾ ക്ലാസ് നമ്പർ, നെയിം, IT. ക്ലാസ് നമ്പർ അത് ഉൾപ്പെടുത്തി, നെയിം എന്നത് ഉൾപ്പെടുത്തി, IT ഉൾപ്പെടുത്തി. ഇവിടെ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലേഔട്ട് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. IT മാർക്ക് എന്നതാണ് നമ്മളുടെ റിപ്പോർട്ടിൻ്റെ പേര് മാറ്റാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഫിനിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. IT-ക്ക് 45-ൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു. റിപ്പോർട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഡാറ്റാബേസ് ഫയൽ സേവ് ചെയ്യണം. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം കൊടുക്കുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പറിനനുസരിച്ച് ഫയൽ സേവ് ചെയ്യപ്പെട്ടു.